ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അച്ചൂസ് മാത്സ് ലോജിക്കിലേക്ക് സ്വാഗതം. +1 മാത്സ് റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ടോപ്പിക്ക് ഫൈനൈറ്റ് സെറ്റ്സ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഇന്ന് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് നോക്കാം. എക്സസൈസ് 1.2. First question, which of the following are examples of null set? We know that null set means empty set. So find out which are empty sets. First, set of odd natural numbers divisible by 2. Which are they? Odd natural numbers divisible by 2. അങ്ങനെ നമ്പർ ഇല്ലല്ലോ, എല്ലാ ഓഡ് നമ്പറും നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 2. ഇപ്പോൾ ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുമ്പോൾ ഇല്ല, സച്ച് എ സെറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നൾ സെറ്റാണ് ഒന്നാമത്തത്, നൾ സെറ്റ്. ഓക്കെ. സെക്കൻഡ്, സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റൊന്നില്ല, സെറ്റ് 2. അപ്പോൾ അത് നൾ സെറ്റ് അല്ല, എം ടി സെറ്റ് അല്ല. തേർഡ് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. ഒരേ സമയം ലെസ് ദാൻ 5ഉം ഗ്രേറ്റർ ദാൻ 7ഉമായ നമ്പർ ഇല്ല. സോ ദിസ് വൺ ഈസ് നൾ സെറ്റ്. ലാസ്റ്റ്, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിന്റ് കോമൺ ടു എനി ടു പാരലൽ ലൈൻസ്. We know that for two parallel lines no point is common. So null set. Clear? അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നത് ഫസ്റ്റ്, തേർഡ്, ഫോർത്ത് ആണ് നൾ സെറ്റ്. ബാക്കിയെല്ലാം നൾ സെറ്റ് അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? നമുക്കറിയാം ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത്, ഇൻഫൈനൈറ്റ് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഫസ്റ്റ്, ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ എന്തായിരിക്കും? നമുക്കറിയാം 12 months. ദർ ആർ 12 months ഇൻ എൻ ഇയർ. സോ ദാറ്റ് വൺ ഈസ് ഫൈനൈറ്റ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് സെറ്റ് 1, 2, 3 etc. അത് ഇൻഫൈനൈറ്റ്. തേർഡ് സെറ്റ് 1, 2, 3 etc. അപ് ടു 100. അതെന്തായിരിക്കും? ഫൈനൈറ്റ്. ഫോർത്ത് വൺ, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. അത് ഇൻഫൈനൈറ്റ് ആണ്. ലാസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 19. അത് ഫൈനൈറ്റ് ആണ്. ക്ലിയർ? ഇപ്പോൾ കൗണ്ടബിൾ നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ്, അൺകൗണ്ടബിൾ എക്സെട്ര ഉണ്ടെങ്കിൽ അത് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസിന് പാരലൽ ലൈൻസിൻ്റെ സെറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും? സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്, ഇൻഫൈനൈറ്റ്. സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതും ഫൈനൈറ്റ്. നെക്സ്റ്റ്, സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5, അത് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഇൻ ദ എർത്ത്, ഫൈനൈറ്റ് അല്ലേ. സെറ്റ് ഓഫ് സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ, അതോ ഒരുപാടുണ്ടാവും, അപ്പോൾ ഇൻഫൈനൈറ്റ്. ക്ലിയർ? അടുത്ത നമുക്ക് പഠിക്കാൻ പോകേണ്ട ടോപ്പിക്ക് സബ്സെറ്റ്സ് ആണ്. എന്താണ് സബ്സെറ്റ്സ് എന്ന് നോക്കാം. സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ
ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എ സ്മോളർ സെറ്റും ബി ലാർജർ സെറ്റും ആയിരിക്കണം. അതുപോലെ എയിലെ എല്ലാ എലമെൻറ്റും ബിയിലുണ്ടാവണം. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ സിമ്പിൾ ഇതാണ്. അപ്പോൾ എ ചെറിയ സെറ്റും ബി വലിയ സെറ്റും ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി if an element A in A implies that A also in B. ഇതാണ് അതിൻ്റെ മീനിങ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുകയാണെങ്കിൽ എയിലൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതേ എലമെൻ്റ് എയിലും കാണണം, ബിയിലും കാണണം. ഓക്കെ. ഇനി ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഫൈ എന്ന് പറയുന്ന എംപ്റ്റി സെറ്റിൽ ഏത് സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഫൈ ഈസ് സബ്സെറ്റ് ഓഫ് ഓൾ എവറി സെറ്റ്സ്. അതുപോലെ ഈച്ച് സെറ്റ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പ്രോപ്പർ സബ്സെറ്റാണ്. അപ്പോൾ 2 സെറ്റ്സ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഇഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ ഗിവൺ and if A is a subset of B and that A not equal to B, then we can call A is a proper subset of B. Okay. അങ്ങനെ പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ B is called what? B is called superset. അപ്പോൾ whenever A is a proper subset of B, B will be larger set, so that B can call it as superset. Okay. ഒരു എക്സാമ്പിൾ പറയാം. കൺസിഡർ A is equal to set 1 2 3 and B is equal to set 1 2 3 4. Clearly we can feel each element in A are also element in B. So A is a smaller set and B is larger set. So A is a subset of B. Which subset? A proper subset. Then this B is called superset of A. അതെങ്ങനെ എഴുതും? B is a superset of A. Reverse process ആണ്. Whenever A is a proper subset of B, then B is a superset of A. വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. കൺസിഡർ ദ സെറ്റ്സ് 5 A contains 1 and 3, B contains 1 5 9 and C contains the element 1 3 5 7 and 9. 4 sets are given, A B C and 5. 4 sets are given, one empty set. Okay. Insert the symbol subset or not a subset in between the sets given. So first 5 B അവിടെ എന്ത് ഫില്ല് ചെയ്യും? നമുക്കറിയാം 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എനി സെറ്റ്. അപ്പോൾ 5 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതും. സെക്കൻഡ് വൺ അവിടെ എ പിന്നെ ബി ആണ്. എക്കും ബിക്കും ഇടയിൽ ഏത് സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാം? എ ആയിട്ട് കൊടുത്തിട്ടില്ല 1 3, ബി ആയിട്ട് കൊടുത്തിട്ടില്ല 1 5 9. അപ്പോൾ 3 എന്നുള്ള എലമെൻറ്റ് എയിലുണ്ട്, ബട്ട് ബിയിലില്ല. അപ്പോൾ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? തേർഡ് നോക്കിക്കോ, അവിടെ എയും സിയും ആണ്. ബിറ്റ്വീൻ എ ആൻഡ് സി ഏത് സിമ്പിൾ ഇൻസേർട്ട് ചെയ്യണം? എയിൽ 1 and 3 ഉണ്ട്, പക്ഷേ
അത് തന്നെയാണ്. ഓക്കെ, അതും സിയിലും ഉണ്ട്. അപ്പോൾ എയിലുള്ള അതേ എലമെൻറ്റ്സ് സിയിലുണ്ട്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഫോർത്ത് വൺ, ബി സി. ബിറ്റ്വീൻ ബി സി ഏത് സിമ്പിൾ എഴുതും? ബിയിൽ 159, സിയിൽ അതിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ക്ലിയർ അല്ലേ? അടുത്ത നമ്പേഴ്സിന്, റിയൽ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്സെറ്റ്സ് ആണ്. നമ്മൾ നമ്പർ സിസ്റ്റത്തിലെല്ലാം പഠിച്ചിട്ടുണ്ട്. എൻ പഠിച്ചിട്ടുണ്ട്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെഡ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ക്യൂ സെറ്റ് ഓഫ് റാഷണൽസ്. അതുപോലെ ആർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ടി സെറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ. അങ്ങനെയുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനങ്ങനെ ഈ സൂപ്പർ സെറ്റ് സബ്സെറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത പറഞ്ഞത്. നാച്ചുറൽ നമ്പേഴ്സ് subset of integers. That integers subset of rationals, and rational is subset of റിയൽ നമ്പേഴ്സ്. ഇങ്ങനെ ഒരു നമുക്ക് സബ്സെറ്റ് എന്നുള്ളൊരു ചെയിൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഏറ്റവും സ്മോളർ ആയിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പർ ഈസ് അത് സ്മോളറും ഇവിടെയാണ് ആറാണ് സൂപ്പർ സെറ്റ്. അപ്പോൾ എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എന്ന് പറയാം. സെറ്റിനേക്കാൾ വലുതാണ് ക്യൂ. ക്യൂവിനേക്കാൾ വലിയ സെറ്റാണ് റിയൽ നമ്പർ. അപ്പോൾ ക്ലിയർ അല്ലേ? സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. സ്മോളർ സെറ്റിന് വലുതിൻ്റെ സബ്സെറ്റ് എന്ന് പറയും. അപ്പോൾ വലിയ സെറ്റ് ചെറുതിൻ്റെ സൂപ്പർ സെറ്റ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇൻ്റർവെൽസ് ആണ്. ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഒന്നുമില്ല, 2 നമ്പേഴ്സ് എടുക്കുക, എ ആൻഡ് ബി. അത് റിയൽ നമ്പറായിട്ട് എടുത്താൽ എ ആൻഡ് ബി ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. ഇഫ് എ small and b larger, that means if a less than b, then the set of all real numbers, set of all y such that a less than y less than b. അതായത് ബിറ്റ്വീൻ എ ആൻഡ് ബി എല്ലാ നമ്പേഴ്സും എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇൻ്റർവെലായി. ആ ഇൻ്റർവെലിനെ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയാൻ പറ്റും. ഓപ്പൺ ഇൻ്റർവെൽ എ ബി. എ ചെറുതും ബി വലുതാണ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ആ എ ബി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ലെങ്ത്താണ് ബി മൈനസ് എ. ക്ലിയർ? അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ കൂടാണ്ട് 2 എലമെൻറ്റും ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സെറ്റ് ഇൻ്റർവെലുണ്ട്. അതാണ് ഇത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയും. That means set of all x such that a less than or equal to x less than or equal to b. Ending numbers ഇല്ല, ending elements a and b അതിൽ ഇൻവോൾവ്ഡ് ആണ്, ഇൻക്ലൂഡഡ് ആണ്. ബോത്ത് ending entries are included. അതാണ് ഈ ഇൻ്റർവെൽ. ക്ലോസ്ഡ് ഇൻ്റർവെലാണത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഓപ്പൺ ഇൻ്റർവെൽ എ ബി, അതുപോലെ പിന്നെ പഠിച്ചത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇനി നമുക്ക് വൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഇൻ്റർവെൽ ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആൻഡ് റൈറ്റ് സൈഡ് ക്ലോസ്ഡ്. റൈറ്റ് സൈഡ് ക്ലോസ്ഡ്. അതുപോലെ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആൻഡ് റൈറ്റ് സൈഡ് ഓപ്പൺ. അത് നോക്കാം നമ്മൾക്ക്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി എന്ന് പറയുന്ന ലാസ്റ്റ് എലമെൻറ്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ എന്നിട്ട് ബി അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെയും ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവെൽ ബി മൈനസ് എ തന്നെയാണ്. പിന്നെ റൈറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളത് ഇത് റൈറ്റ് സൈഡ് ഓപ്പൺ ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി എന്ന് നമ്മൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ എഴുതാം. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻ്റർവെലാണ് ഫസ്റ്റ് ചെയ്തത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ, അതിൽ ഓപ്പൺ ബീനെടുക്കുക, ഓപ്പൺ ആക്കി. ഓക്കെ, ഇതിനെ നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നമ്പർ ലൈൻ. അതിൽ 2 എലമെൻറ്റ്സ് എ ചെറുതും ബി വലുതും എടുക്കുക. നമുക്ക് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ് ഡിനോട്ട് ചെയ്യേണ്ടത് എങ്കിൽ
എൻ്റെ അടുത്തൊരു ഹോൾ വരക്കുക, ബീൻ്റെ അടുത്തൊരു ഹോൾ, അതിനിടയിലുള്ള എല്ലാ നമ്പറും എടുത്തു കഴിഞ്ഞാൽ ബിറ്റ്വീൻ എ ആൻഡ് ബി ആയി. എ വേണ്ട, ബിയും വേണ്ട, അവിടെ 2 ഹോൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നുള്ള ഇൻ്റർവെലാണ് നമ്മൾക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്കിൽ 2 എലമെൻറ്റ്സ് എ ആൻഡ് ബി കാണിച്ചിട്ട്, എ ചെറുതും ബി വലുതും, എ അടക്കം എടുക്കണം, എയും ബിയും ഡാർക്കൺ ചെയ്യണം. അങ്ങനെയുള്ളത് സെലക്ട് ചെയ്താൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻ്റർവെൽ ഏത് 2 ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണിത്. ഓക്കെ. അടുത്തത് 1 സൈഡ് ഓപ്പൺ, റൈറ്റ് സൈഡ് ഓപ്പൺ ആണ് പറയുന്നത്. ഇതിൻ്റെ എങ്ങനെ കാണിക്കണം? നമ്പർ ലൈനിൽ ഒരു ബി എന്നുള്ളടക്ക ഹോൾ ക്രിയേറ്റ് ചെയ്യാം, എ എന്നുള്ളത് ഡാർക്കൺ ചെയ്യാം. എ ഡാർക്ക്, ബി ഇല്ല. അപ്പോൾ ഈ ഒരു പാർട്ടാവില്ല. ഓക്കെ. ഇതാണ് ക്ലോസ്ഡ് എ ഓപ്പൺ ബി. ക്ലിയർ? ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആയിട്ട് വരക്കാം. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ, ഇതാണ് എ. റൈറ്റ് സൈഡ് അവിടെ ഡാർക്കൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് എന്തായി? ലെഫ്റ്റ് സൈഡ് ഓപ്പണും റൈറ്റ് സൈഡ് ക്ലോസ് ചെയ്തിട്ടുള്ള ഇൻ്റർവെലാണ്. ഓക്കെ. അപ്പോൾ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ്സ് ഇൻ്റർവെല്ലായിട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഇനി എന്താണ് പവർ സെറ്റ് എന്ന് നോക്കാം. അടുത്ത ടോപ്പിക്കാണ് പവർ സെറ്റ്. പവർ സെറ്റ് പറഞ്ഞാൽ സബ്സെറ്റ് നമ്മൾ പഠിച്ചു. സബ്സെറ്റ്സ് എല്ലാം ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സ് എല്ലാം എഴുതി ലിസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന വലിയൊരു സെറ്റ്, അതാണ് പവർ സെറ്റ്. മനസ്സിലായോ? അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. അപ്പോൾ എൻ ഓഫ് എ, നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. Therefore A have how many subsets are there? 2 raised to 2. That means 4 subsets are there for A. ഏതൊക്കെ? 5 എന്നുള്ള സബ്സെറ്റ് ഉണ്ടാവും. പിന്നെ സിംഗിൾട്ടൺ സെറ്റ് 1 എടുക്കാം. അതിൽ സിംഗിൾട്ടൺ സെറ്റ് 2 ഈസ് സബ്സെറ്റ് ഓഫ് 1 2 ആൻഡ് സെറ്റ് 1 2 ഇറ്റ് സെൽഫ് സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ ഇത്രയാണ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ്സ്. 4 എണ്ണമായില്ലേ? അപ്പോൾ ഇതൊക്കെ എലമെൻ്റായിട്ട് വരുന്ന വലിയൊരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്താൽ 4 എലമെൻ്റ് അവിടെ സെറ്റാണ്. സെറ്റ് ഓഫ് സെറ്റ്സ് ആയി. അപ്പോൾ ഇതെന്തായി? ഇത് പവർ സെറ്റായി. ഏത്? എയുടെ പവർ സെറ്റ്. അതിനെ നമുക്ക് പി ഓഫ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. പി ഓഫ് എ ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് അംഗങ്ങളായ വലിയൊരു സെറ്റ്, അതാണ് പവർ സെറ്റ് ഓഫ് എ. ഇപ്പോൾ പവർ സെറ്റ് മനസ്സിലായില്ലേ? ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സ് എഴുതിയാൽ കുറേ സെറ്റ് ഉണ്ടാവും. ആ സെറ്റ്സൊക്കെ എലമെൻ്റായിട്ട് വരുന്ന വലിയ സെറ്റ്, പവർ സെറ്റ്. ഓക്കെ. ഇനി നമ്മൾക്ക് ഈ ടോപ്പിക്കിൽ അടുത്തത് യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് അതെന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞാൽ ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് എലമെൻറ്റ്സ് and subsets of a basic set which is relevant to that particular context. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, while studying the system of numbers we are interested in the set of natural numbers and its subset such as set of prime numbers and the set of all even numbers എല്ലാം വരും. അതിൻ്റെ ഒക്കെ ബേസിക് സെറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ്, അപ്പോൾ ഇതൊക്കെ ഏതിലെ അങ്ങ് മെമ്പേഴ്സാണ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിനേക്കാൾ കുറച്ച് വലിയ സെറ്റ്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എടുക്കുന്ന സെറ്റിൻ്റെ എല്ലാം ഒരു സൂപ്പർ സെറ്റായിട്ട് വരുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യു. ഇനി നമ്മൾക്ക് എക്സസൈസാണ് ചെയ്യേണ്ടത്.
എക്സസൈസ് 1.3. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് മേക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഫില്ലിംഗ് സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 3 4 അല്ല 1 2 3 4 5. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് എന്തില്ല സബ്സെറ്റ് കൊടുക്കാം അല്ലേ. സെക്കൻഡ് എ ബി സി പിന്നെ ബി സി ഡി. സെക്കൻഡ് നോട്ട് എ സബ്സെറ്റ്. തേർഡ് വൺ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 11 ഓഫ് യുവർ സ്കൂൾ. അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. അപ്പോൾ ആദ്യം 11th ക്ലാസ്സിലെ സ്റ്റുഡൻസ് മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത്തെ സെറ്റിൽ സ്കൂളിലെ എല്ലാം സ്റ്റുഡൻസിന് പറഞ്ഞു. അപ്പോൾ സബ്സെറ്റാണ്. ഓക്കെ. ഫോർത്ത് വൺ എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. സെക്കൻഡ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ നോട്ട് എ സബ്സെറ്റാണ്. ഫിഫ്ത്ത് വൺ എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ ആൻഡ് നെക്സ്റ്റ് എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ ദ പ്ലെയിൻ. അപ്പോൾ അത് നോട്ട് എ സബ്സെറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എക്സ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. നെക്സ്റ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എല്ലാം ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സെറ്റെല്ലാം സബ്സെറ്റാണ് ട്രയാങ്കിൾസിൻ്റെ. ഓക്കെ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ നമ്പർ, ഈവൺ നാച്ചുറൽ നമ്പർ. അടുത്ത സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ എല്ലാ ഈവൺ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജറാണ്. അപ്പോൾ സബ്സെറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. സെറ്റ് എ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. അത് ഫാൾസ് ആണല്ലേ. സബ്സെറ്റ് എന്നാണ് വേണ്ടത്. അവിടെ നോട്ട് എ സബ്സെറ്റ് എന്ന് കൊടുത്തുകൊണ്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ്. സെറ്റ് എ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലിയർലി ട്രൂ ആണ്. എ ഇ എന്നുള്ള എലമെൻറ്റ്സ് ആണ് ഒന്നാമത്തെ സെറ്റിൽ. രണ്ടാമത്തെ സെറ്റിൽ എ ഇ ഐ ഒ ഉണ്ട്. അപ്പോൾ അത് സബ്സെറ്റ് തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ സെറ്റ് 1 2 3 ഈ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 3 5. നമുക്കറിയാം ഒന്നാമത്തെ സെറ്റിൽ 2 ഉണ്ട്, രണ്ടാമത്തെ സെറ്റിൽ 2 ഇല്ല. അപ്പോൾ റോങ് ആണ് അത് സ്റ്റേറ്റ്മെൻറ്റ്, ഫാൾസ്. ഓക്കെ. സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. കറക്റ്റ് അല്ലേ? സബ്സെറ്റാണ്. സെറ്റ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ ബി സി. അത് ഫാൾസ് ആണ്. സെറ്റ് എ ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ ബി സി. വി ക്യാൻ ടേക്ക് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ ബി സി. ഇവിടെ കൊടുത്തിരിക്കുന്നത് സെറ്റ് എ എന്നാണ്. അപ്പോൾ അത് ഫാൾസ് ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ 6-നേക്കാൾ ചെറിയ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് അതേതൊക്കെ 2 and 4 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അപ്പോൾ 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെ? കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 2 3 അങ്ങനെയില്ലേ? 4 പിന്നെ 6 9 12 18 36 ഇത്രയും നമ്പേഴ്സേ ഉള്ളൂ. ആദ്യം പറഞ്ഞാൽ ലെസ് ദാൻ 6 ഈവൺ നമ്പേഴ്സ്. അപ്പോൾ എന്തായാലും സബ്സെറ്റാണ്. അത് കഴിഞ്ഞു. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ എന്നുള്ള സെറ്റിൽ കൊടുത്തിരിക്കുന്നത് സെറ്റ് 1 2 സെറ്റ് 3 4 5 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ എന്നാണ്. ഫസ്റ്റ് സെറ്റ് 3 4 ഈസ് സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 3 4 വിൽ ബി എ സബ്സെറ്റ്. കറക്റ്റ്. സിംഗിൾട്ടൺ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ 3 4 എന്നുള്ള സെറ്റായിട്ട് തന്നെ നമ്മൾക്ക് എഴുതാൻ പറ്റും സബ്സെറ്റ്. കറക്റ്റാണ്. കറക്റ്റ്. ഇൻകറക്റ്റാണ് പറയേണ്ടത്. സെറ്റ് 3 4 ബിലോങ്സ് ടു എ. അതും കറക്റ്റാണ്. സെറ്റ് 3 4 ഇസ് എ സബ്സെറ്റ് ഓഫ് എ. കറക്റ്റ്. 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. കറക്റ്റ്. 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അത് റോങ് ആണ്. 1 എന്നുള്ളത് സബ്സെറ്റ് അല്ല. സെറ്റ് 1 ആണെങ്കിൽ സബ്സെറ്റ്. 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ബട്ട് 1 ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ? സെറ്റ് 1 2 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇല്ല, സെറ്റ് 1 2 5 സബ്സെറ്റ് ആയിട്ടില്ല. സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ.
സെറ്റ് 1 to 5 ഇസ് എ സബ്സെറ്റ് ഓഫ് അത് ട്രൂ ആണ്. സെറ്റ് 1 to 5 ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ ഫാൾസ്. സെറ്റ് 1 to 3 സബ്സെറ്റ് ഓഫ് എ റോങ് ആണ്. ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ റിമൈനിങ് ക്ലാസ് അടുത്ത ദിവസം നോക്കാം. ടിൽ ദെൻ ഗുഡ് ബൈ.